അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ജില്ലാതലത്തിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പരിപാടി സംഘടിപ്പിക്കാനും നല്ല നിലയിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മുടെ ഈ സ്വാഗതസംഘ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നേട്ടമൊക്കെ നമുക്ക് കിട്ടിയത്. പ്രാവശ്യവും എല്ലാവരുടെ നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് നിന്നുകൊണ്ട് ചർച്ചയിലൂടെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം പറയുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ കലോത്സവം നമ്മുടെ ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വാടകം സ്കൂളിൽ ഏർപ്പെടുത്തിയതിനുള്ള സന്തോഷവും കൂടി അറിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്കൂളിൽ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ ചിത്രശലഭങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കളർ ഡ്രസ് ഇട്ട് വരാനായിട്ടൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞ സാഹചര്യമുണ്ട്. അപ്പം നല്ല രീതിയിൽ കുട്ടികൾക്ക് ഇത് പരമാവധി സന്തോഷിക്കാനായിട്ടുള്ളൊരു വേളയാക്കി മാറ്റുന്നതിന് നമ്മുടെ അധ്യാപകരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുടെ എല്ലാം ഒരു കൂട്ടായ ഇടപെടലിൽ വരണം. ഞങ്ങളുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ വളരെയേറെ സന്തോഷം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. ഈ യൂത്ത് ഫെസ്റ്റിവൽ നല്ല രീതിയിൽ നടക്കാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആത്മീയരായ ഉദ്യോഗസ്ഥർ, വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരോടും നന്ദി. ഞാൻ ഈ സ്കൂളിൽ നേരത്തെ കുറച്ച് പ്രാവശ്യം വന്നിരുന്നു. അതിലൂടെ SPG കൂടുന്നതിന് വേണ്ടി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം ഞാനിവിടെ ക്ലാസ്സുകൾ കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സ്കൂളിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ അധ്യാപകർ നല്ല അർപ്പണബോധത്തോടു കൂടിയാണ് എല്ലാ പ്രോഗ്രാമുകളും നടത്തുന്നത്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പായാലും SPG ആയാലും മറ്റ് എല്ലാ സംവിധാനങ്ങളും ഇവിടെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മികവുറ്റ അധ്യാപകരാണ്. അതുപോലെ സ്കൂളിൻ്റെ ക്യാമ്പസ്, നമ്മുടെ ഈ സമീപത്ത് നല്ലൊരു ക്യാമ്പസ് അന്തരീക്ഷമുണ്ട്. വിശാലമായ അന്തരീക്ഷമാണ്. എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു ക്യാമ്പസുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതിന് മാനേജ്മെൻറ്റ്, നല്ല ശക്തമായ മാനേജ്മെൻറ്റാണ്, നല്ല പിന്തുണയാണ്. എല്ലാ വിധത്തിലും നല്ലൊരു സ്കൂളായിട്ടാണ് അഞ്ചൽ പോലീസിൽ നിന്ന് വന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്ന് SHOയ്ക്ക് വരാൻ സാധിച്ചില്ല. അതിന് പകരമാണ് ഞാൻ വന്നത്. അദ്ദേഹം കോച്ചർ ഡ്യൂട്ടിയിലാണ്. ഈ കലോത്സവം ഭംഗിയായി നടത്തുന്നതിന് അഞ്ചൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധമായ സഹായങ്ങളും ഉണ്ടാകുമെന്നും ഈ കലോത്സവത്തിന് ഈ സ്വാഗത സംഘത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. പ്രോഗ്രാം KPST ആണ് കൺവീനർ. KPST ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺവീനർ സുബീഷ് ജോർജ് സാറാണ്. പിന്നെ നമുക്കൊരു ചെയർമാനെയാണ് ആവശ്യം. സമിതി ആദ്യം രൂപീകരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ സബ് കമ്മിറ്റികളിലേക്ക് പോകും. നമ്മുടെ സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരികൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ആണ് മുഖ്യ രക്ഷാധികാരികളിൽ ആദ്യത്തെ ആള്. അദ്ദേഹം ഈ സ്കൂളിൻ്റെ മാനേജർ കൂടിയാണ്. 2 ബഹുമാനപ്പെട്ട MP NK പ്രേമേന്ദ്രൻ സാർ അവറുകളാണ്. 3 ബഹുമാനപ്പെട്ട MLA PS സുബാൽ MLA അവറുകളാണ്. ഇവർ 3 പേരും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ രക്ഷാധികാരികളാണ്. ഇനി രണ്ടാമത് വരുന്നത് രക്ഷാധികാരികളാണ്. രക്ഷാധികാരികളായിട്ട് വേണ്ടത് ഒന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. രക്ഷാധികാരിയിൽ ഒന്നാമത്തെ ആള് ഡോക്ടർ PK ഗോപൻ അവർകളാണ്, ഇപ്പോഴത്തെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. 2 ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ശ്രീമതി ശ്രീജ ഹരീഷാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. അവർ രണ്ടാമത്തെ വ്യക്തിയാണ്. 3 ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനിൽകുമാർ അവറുകളാണ്. 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറാണ്, ഈ സ്കൂളിരിക്കുന്ന വാർഡിലെ മെമ്പറാണ് ഡോക്ടർ ഷാജി അവറുകളാണ് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ. ഈ 4 പേരും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളായിട്ട് രക്ഷാധികാരികൾ വരുന്നു. അതുപോലെ തന്നെ ഇനിയുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന മുരളി അവറുകൾ രക്ഷാധികാരിയായിട്ട് വരുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KC ജോസ് അവറുകൾ വരുന്നുണ്ട്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കോമളകുമാർ അവറുകളും രക്ഷാധികാരിയായി വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ്, KC ജോസ് അവറുകളാണ്. അതുകൊണ്ട് 2 സ്ഥാനത്തേക്കും അദ്ദേഹം തന്നെയാണ് വരുന്നത്.
രക്ഷാധികാരികളായിട്ട് ഇത്രയും പേരെയാണ് വെക്കുന്നത്. ഇനി ചെയർമാനാണ്, അതായത് മുഖ്യ രക്ഷാധികാരിയായി അതിനുശേഷം രക്ഷാധികാരികളുമായി ഇനി ചെയർമാനാണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ചെയർമാൻ എന്ന് പറയുന്നത് സ്കൂളിരിക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റാണ്. ഇടമളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ചെയർമാൻ എന്ന് പറയുന്നത്. ശ്രീമതി ആര്യലാൽ അവറുകളാണ് വേദിയിലുണ്ട്. അവരുകളാണ് ചെയർമാൻ എന്ന് പറയുന്നത്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഇടമളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. GS അജയ്കുമാർ സാർ അവറുകളാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ജനറൽ കൺവീനർ സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരെങ്കിലും ഒരാളാണ് സാധാരണഗതിയിൽ വരുന്നത്. സുനിൽ P. ശേഖർ സാർ RVHM RVHSS വാളകമാണ് ജനറൽ കൺവീനറായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ജോയിൻ്റ് കൺവീനറായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശാലിനി കുമാരി S RVHSS വാളകമാണ്. VHSE വിഭാഗം പ്രിൻസിപ്പളാണ്. ഇനി കൺവീനർമാർ 13 സബ് കമ്മിറ്റികൾ ഞാൻ നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ കൺവീനർമാരാണ് ഇവിടെ കൺവീനർമാരായിട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 13 വിഭാഗത്തിലെയും കൺവീനറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് വായിച്ച് തീരുമാനിച്ചതിന് ശേഷം സംഘാടക സമിതിയിലേക്ക് വരാം എന്ന് വിചാരിച്ചത്. അപ്പം സദസ്സിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായതുകൊണ്ട് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. 13 കമ്മിറ്റികളുടെയും കൺവീനർമാരാണ് അവിടേക്ക് വരുന്നത്. ചെയർമാൻമാരാണ് പിന്നെ വരുന്നത്. ഈ 12 സബ് കമ്മിറ്റികളിലാണ് ചെയർമാൻമാരുള്ളത്. 13 സബ് കമ്മിറ്റികളുണ്ടെങ്കിലും 12 എണ്ണത്തിൽ മാത്രമേ ചെയർമാൻമാരുള്ളൂ. ഒരെണ്ണം ഏതിലാണെന്ന് ഞാൻ പറയാം, ആ കമ്മിറ്റികൾ പറയുമ്പോഴേക്കും പറയാം. അപ്പോൾ 12 ചെയർമാൻമാരും ഇതിനകത്തേക്ക് അംഗങ്ങളായിട്ട് വരും. അടുത്ത ട്രഷറർ എന്ന് പറയുന്നത് AU അഞ്ചലാണ്. അഞ്ചൽ ഉപജില്ലാ ഓഫീസറാണ് ഇതിൻ്റെ ട്രഷറർ. ഇനിയുള്ളത് എക്സ് ഒഫീഷ്യോ മെമ്പർമാരാണ്. എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട് നമുക്ക് വലിയൊരു സ്കൂളായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിലധികം പേരെ അവിടെ നമുക്കതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു. ഒന്ന്, ഈ ഇടമളക്കൽ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഇതിനകത്ത് എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് ഉൾപ്പെടുത്തുകയാണ്. രണ്ടാമത്, നമ്മുടെ വാർഡ് മെമ്പർ, ഈ സ്കൂളിലിരിക്കുന്ന വാർഡിലെ മെമ്പർ ഈ സംഘാടക സമിതിയിലെ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. തൊട്ടടുത്തുള്ള ഒരു ഉമ്മന്നൂർ പഞ്ചായത്തിലെ വാർഡ് മെമ്പറെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് HM നിർദ്ദേശിച്ചനുസരിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മന്നൂർ പഞ്ചായത്തിലെ അജിത കുമാരി എന്ന് പറയുന്ന മെമ്പറെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, വിദ്യാഭ്യാസ ജില്ല എന്ന് പറയുന്നത് ജില്ലാ വിദ്യാഭ്യാസ DO എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്. അപ്പോൾ കൊട്ടാരക്കര DOയെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുനലൂർ DOയെയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് PTA പ്രസിഡന്റ് ഇതിനകത്ത് എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് നമ്മുടെ ഈ സംഘാടക സമിതിയിലെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അതുപോലെ തന്നെ MPTA പ്രസിഡന്റ് ഈ സംഘാടക സമിതിയിലെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അതുപോലെ തന്നെ 2 സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് ഉപരിയായി ഇവിടെ ഉണ്ട്. അതായത് പ്രിൻസിപ്പൽ, TTEയിലെ പ്രിൻസിപ്പൽ ഈ സമിതിയിലെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അതുപോലെ തന്നെ B.Ed സെന്ററിലെ പ്രിൻസിപ്പൽ ഈ സമിതിയിലെ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പേര് എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട് നമ്മൾ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഉപജില്ലയിലെ LP, UP, HS, HSSലെ എല്ലാ പ്രഥമാധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പൽമാരും ഇന്ന് ഈ യോഗത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള എല്ലാ അംഗങ്ങളും ഈ സംഘാടക സമിതിയിലെ അംഗങ്ങളും ആയിരിക്കും. ഈ മുന്നോട്ട് വെച്ചതൊരു കരട് നിർദ്ദേശമാണ്. ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് എല്ലാ അംഗങ്ങൾക്കും അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ബൈലോ പ്രകാരം നമുക്ക് മാറ്റങ്ങൾ വരുത്താനായി പറ്റും. എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ അംഗങ്ങളുടെയും സംഭാഷണത്തിൽ നിന്ന് നമുക്ക് രേഖപ്പെടുത്തിയതിന് ശേഷം തീരുമാനത്തിലേക്ക് എത്താം. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഇനിയുള്ള സബ് കമ്മിറ്റികളിലൂടെ പറയാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതുകൂടെ പറയാം. ഓക്കെ. പ്രോഗ്രാം ഈ പ്രാവശ്യം KPST സംഘടനയാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് സുബീഷ് ജോർജ് സാറാണ്. സാറോ അല്ലെങ്കിൽ ആ സംഘടനയുടെ മറ്റു പ്രതിനിധികളോ അതിൻ്റെ ചെയർമാനെ നിർദ്ദേശിക്കാവുന്നതാണ്.